ഞാനാണെങ്കിൽ ഇന്നിച്ചിരി വറുത്തരച്ച് തക്കാളിക്കറി ഉണ്ടാക്കാമെന്ന് ഓർത്തേ. അതാണെങ്കിൽ വീഡിയോ പിടിക്കുന്നതിന് മുന്നെയാണ് ഞാൻ ഇതിൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ പിന്നെ വഴറ്റിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഓടി വന്ന് എടുക്കുമായിരുന്നേ. അതുകൊണ്ട് ആ അരിയുന്നതിൻ്റെയും ഒന്നും കാണിക്കാഞ്ഞതേ. ഇപ്പം നമ്മൾ തക്കാളി, സവോള, പച്ചമുളക് ഇതൊക്കെ നന്നായിട്ട് കടുക് വറുത്തിട്ട് വഴറ്റിയെടുക്കുവാണ്. കുറച്ച് ഉപ്പും കൂടി ഇടണം. പിന്നെ നമ്മൾ തേങ്ങ, അതിനാവശ്യമുള്ള തേങ്ങ, വറക്കാനുള്ള തേങ്ങ എടുക്കുക. തേങ്ങയ്ക്കകത്തോട്ട് നമ്മൾ പെരുംജീരകവും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കണം. കരിയാതെ വറുത്തെടുക്കണം കേട്ടോ. കരിയാതെ നല്ലപോലെ വറുത്ത് എടുക്കണം. എണ്ണ ഒഴിക്കേണ്ട, തേങ്ങയിലെ എണ്ണ തന്നെ മതി കേട്ടോ. പിന്നെ നമ്മുടെ തക്കാളി, സവോള, പച്ചമുളക് ഇത് ഉപ്പിട്ട് നമ്മൾ വഴറ്റുവാണല്ലോ. ഈ വഴറ്റിയത് നല്ലപോലെ ഉടഞ്ഞ് കിട്ടണം. പിന്നെ തേങ്ങ നന്നായിട്ട് വറുത്ത് ഒരു ബ്രൗൺ കളർ ആവണം. നമ്മൾ കരിഞ്ഞ് പോകരുത്. കരിഞ്ഞ് പോയാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവേ. അതുകൊണ്ട് കരിയാതെ വറുക്കണേ. അതിലോട്ട് നമ്മൾ പൊടി ഇടുന്നതിൻ്റെ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അതിലോട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കണം കേട്ടോ. എരിവ് ആവശ്യമുള്ളവർ ഇച്ചിരി കൂടുതൽ എരിവിടാം, കുഴപ്പമില്ല. പിന്നെ വറുത്ത് നമ്മളത് തീയ് ഓഫാക്കിയിട്ട് വേണം പൊടിയൊക്കെ ഇടാനേ, അല്ലെങ്കിൽ കരിഞ്ഞ് പോവേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ആറിയതിന് ശേഷം ജാറിലിട്ട് അരച്ചെടുക്കുക. ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി നമ്മൾ ഉടഞ്ഞിരിക്കുന്ന തക്കാളിക്കകത്തോട്ട് ഇതിടുക. എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ ജാറും കൂടെ കഴുകിയുള്ള വെള്ളം കൂടി അതിനകത്തോട്ട് ഒഴിക്കണേ. ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഇങ്ങനെ കുറുക്കിയെടുക്കണം. ഇതിപ്പം നല്ലപോലെ കുറുകിയാണ് ഇരിക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കാത്തതാണ്. കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിക്കണം. വെള്ളം കൂടി ഒഴിച്ച് നന്നായി സെറ്റായി വരുമ്പോൾ ഇച്ചിരി കുറുക്കുണ്ടാകും. അത് കാരണം ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കണേ. ഒഴിച്ച് നല്ലപോലെ തിളയ്ക്കുമ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്. അത് കാരണമാണ് ശകലം ഉപ്പ് ഞാൻ ഇടുന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപ്പിടാം കേട്ടോ. അതുകൊണ്ട് കൂടുതലിടരുത്. ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ലാസ്റ്റ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ വറുത്തരച്ച തക്കാളി കറി ഉണ്ടാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.